ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ കുലദേവതാ ക്ഷേത്രത്തിലേക്കാണ് യാത്ര. അത് മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ റോഡ് ഉളിയിൽ വഴി തില്ലങ്കേരി വഴി വന്ന് നമ്മളിപ്പോൾ എത്തിയത് മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. മുഴക്കുന്നാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുഴക്കുന്ന് ടൗണിലെത്തി. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അതിലേക്കൂടി നമ്മൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കോട്ടയം രാജവംശത്തിൻ്റെ പിന്മുറക്കാരായ കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ കുലദേവതാ ക്ഷേത്രമാണിത്. മുഴക്കുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു വയൽ മാതിരിയുള്ള പ്രദേശത്ത് കൂടി കുറച്ച് ദൂരം, ഒരു 300 മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രമെത്തി. ഈ അടുത്ത കാലത്തായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇനി നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടണം. കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയത്ത് ഒരുപാട് തീർത്ഥാടകർ ഇവിടെ ദർശനം നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞതുകൊണ്ട് ക്ഷേത്രത്തിൽ വലിയ തിരക്കൊന്നുമില്ല. പാർക്കിംഗ് സൗകര്യം ഇപ്പോഴുണ്ട്. പഴശ്ശിരാജാവിൻ്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ. ഇതിന് പുറകിലായിട്ടൊരു പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട്. അവിടെ ഒരു മ്യൂസിയം പണിയുന്നുണ്ട്. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഞാൻ അവിടെ വാഹനം വെച്ച് പഴശ്ശിയുടെ പ്രതിമ കണ്ട് കുറച്ച് പിന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്കുള്ള കവാടമായി. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ചെറിയൊരു കവാടത്തിലൂടെയാണ്. ചെറിയൊരു കടയുണ്ട്. മാല, വള, പുസ്തകങ്ങൾ, ഫോട്ടോകളെല്ലാം വെക്കുന്ന ചെറിയൊരു കട. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ എത്തുന്നതൊരു ഓഡിറ്റോറിയം മാതിരിയുള്ളൊരു സ്ഥലത്താണ്. ബസ്സിൻ്റെ എല്ലാം സമയവിവര പട്ടികയുണ്ട് ഇവിടെ മുന്നിൽ വെച്ചിട്ട്. കൂടാതെ ട്രെയിനിൻ്റെ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിഴക്കേ ഗോപുര നട കടന്ന് ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിഗംഭീരമായ പൗരാണികമായ ഒരു ക്ഷേത്രം തന്നെയാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. നമ്മുടെ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാർ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള വിവരണങ്ങൾ ഒരു TV ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഫേമസ് ആയതും ഇത്രയധികം തീർത്ഥാടകർ ഈ ക്ഷേത്ര ദർശനം നടത്താൻ തുടങ്ങിയത്. മുന്നിൽ തന്നെ കൊത്തുപണികളോടുകൂടിയ അതിഗംഭീരമായ ഒരു ബലിബിംബമുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്കേ മൂലയിൽ മിഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സ്ഥാനമാണ്. കരിങ്കല്ല് പാകി സുന്ദരമാക്കി വച്ചിരിക്കുന്നുണ്ട് ക്ഷേത്രമുറ്റം. സുന്ദരമായ കിഴക്കേ ഗോപുരനട ഈ അടുത്ത കാലത്ത് പണിയിപ്പിച്ചതാണ്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായി ശാസ്താവിൻ്റെ സ്ഥാനമുണ്ട്. പടിഞ്ഞാറേ ഗോപുരനടയാണ് ഈ കാണുന്നത്. പടിഞ്ഞാറേ ഗോപുരനടയുടെ പുറകുവശത്തായിട്ട് വേറെയും ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിന് പുറകുവശത്തായി 3 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രം, കിരാതമൂർത്തി ക്ഷേത്രം, പിന്നൊരു നാഗസ്ഥാനം കൂടി. അങ്ങോട്ടേക്കുള്ള വഴിയാണിത്.
പഴശ്ശിരാജാവ് ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരുന്നത് ഈ വഴിയിലൂടെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. പുറകുവശത്തിലൂടെ ഈ വഴിയിലൂടെ പഴശ്ശിയിൽ നിന്ന് കുതിരപ്പുറത്തേറി ഈ ക്ഷേത്രത്തിൽ ഈ വഴിയിലൂടെയായിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറേ ഗോപുര നടയാണിത്. അന്നദാന മണ്ഡപം. ഒരേ സമയം കുറച്ചധികം ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കിഴക്കേ ഗോപുര നടയാണ് ഈ കാണുന്നത്. 2000-ലധികം വർഷം പഴക്കമുള്ള കേരള സംഘം വീര പഴശ്ശിരാജാവിൻ്റെ കുലദേവത ക്ഷേത്രമാണ്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ക്ഷേത്രത്തിന് വെളിയിലായി കിഴക്ക് വശത്തുള്ള ഓഡിറ്റോറിയമാണ് നമ്മൾ ഈ കാണുന്നത്. നവരാത്രി സമയങ്ങളിൽ ഇവിടെ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടാകുന്നതാണ്. ഈ വേദിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വഴിപാട് കൗണ്ടർ. മുരളിയേട്ടാ, നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ്, പെർമനൻറ്റ് സ്റ്റാഫാണ്, ദേവസ്വം എംപ്ലോയി ആണല്ലേ? അപ്പോൾ എനിക്ക് അറിയണ്ടേ, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്നു അല്ലേ? അതിനുശേഷം നമ്മുടെ DGP സാറ് അലക്സാണ്ടർ ജേക്കബ് സാർ അന്ന് TV ചാനൽ സഫാരി TV ചാനലിന് കൊടുത്ത അതിനോടുകൂടിയാണ് ഇത് ലോകപ്രശസ്തമായത്. വൈഡായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ തീർത്ഥാടകർ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ്? ഐതിഹ്യം ഒന്ന് പറയാമോ? ഈ ക്ഷേത്രം വളരെ പൗരാണികമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഏകദേശം കൃത്യമായ രേഖകളില്ലെങ്കിൽ പോലും 2000-ലധികം വർഷത്തെ പഴക്കം ഇതിന് അനുമാനിക്കപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ മൂലസ്ഥാനമുണ്ട്. മിഴാവിൽ ഭഗവതി എന്ന് പറഞ്ഞിട്ടൊരു മൂലസ്ഥാനമുണ്ട് ഈ ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇടത്ത് ഭാഗത്ത് തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ആ സ്ഥാനമുള്ളത്. അവിടെ ഈ മൺപുറ്റിനെ ആരാധിച്ചു വരുന്നൊരു ഇത് കാണാം നമുക്ക്. അത് ശരിക്കും പറഞ്ഞാൽ അത് മിഴാവിൻ്റെ രൂപത്തിൽ ദേവി അവിടെ സ്വയംഭൂവായി എന്നാണ് ഇവിടുത്തെ ഒരു ഉൽപ്പത്തിയെ പറ്റി പറയുന്നത്. അപ്പോൾ അത് ശരിക്കും മണ്ണായിരുന്നു. ഈ മൺപുറ്റ്, ആ മൺപുറ്റിനെ ആരാധിച്ചൊരു സമ്പ്രദായമാണ്. ശരിക്കും മണ്ണിനെ ആരാധിക്കുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് അതിപ്രാചീനമായിട്ടുള്ള ആരാധന സമ്പ്രദായമാണ്. നമ്മുടെ ആരാധന സമ്പ്രദായം തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്കതിനെ വേണ്ടി കണക്കൂട്ടാം. കാരണം ഈ ആദിമഗോത്രവർഗ്ഗക്കാർ ആരാധിച്ചൊരു രീതിയാണ് ഈ മണ്ണിനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിപ്രാചീനമായിട്ടുള്ള എന്തായാലും ആരാധന ഒരു ക്ഷേത്രമാണിതെന്ന് നമുക്ക് എന്തായാലും അനുമാനിക്കുക. കാരണം അതിൻ്റെ തെളിവാണ് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി. അപ്പോൾ ഇതിൻ്റെ ഈ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് വരുന്നത് പിന്നെ ഇതിൽ നിന്ന് പരശുരാമൻ ആവാഹിച്ച് ഈ ദുർഗാ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് വരുന്നത്. ദുർഗാദേവി 108 ദുർഗാലയങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രം ഒരു കാലത്ത് പുരളി രാജാക്കന്മാർ എന്ന് കീർത്തി കേട്ടിട്ടുള്ള കോട്ടയം രാജവംശത്തിൻ്റെ കുലദേവതാ ക്ഷേത്രമാണ്. അതായത് പുരളിമല ആസ്ഥാനമാക്കി ഹരിശ്ചന്ദ്ര പെരുമാൾ എന്ന് പറഞ്ഞിട്ടൊരു പെരുമാൾ രാജാവ് പുരളിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഈ ആദിമ ഗോത്രവർഗ്ഗക്കാരിൽ നിന്ന് ഈ ക്ഷേത്ര സങ്കേതം പിടിച്ചെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ടാണ് ഈ കോട്ടയം രാജവംശം വരുന്നത്. അത് നമുക്കറിയാം, ഈ കഥകളിയുടെ ആദ്യത്തെ രൂപം രാമനാട്ടം, പിന്നെ അതിനുശേഷം കഥകളി ഉണ്ടായി. അപ്പോൾ കഥകളി എഴുതുന്ന സമയത്ത് ഈ കോട്ടയം തമ്പുരാൻ ഭഗവതമാട്ടക്കഥയുടെ പ്രാരംഭത്തിൽ ഇതിൻ്റെ വംശത്തിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വംശത്തിനെ പറ്റി സൂചിപ്പിക്കുന്നതിൽ ഹരിശ്ചന്ദ്ര കുലോദ്ഭവനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹരിശ്ചന്ദ്ര പെരുമാളിൻ്റെ പിന്മുറക്കാരായിട്ടാണ് ഈ കോട്ടയം രാജവംശം വരുന്നത്. ഈ അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ധീരദേശാഭിമാനി വീര കേരളവർമ്മ പഴശ്ശിരാജയൊക്കെ, കോട്ടയം തമ്പുരാൻ, അങ്ങനെ വിഖ്യാതമായിട്ടുള്ള കുറേ രാജാക്കന്മാർ ഈ
രാജവംശത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ആരാധിച്ചൊരു ദേവിയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ കാലഘട്ടത്തിന് ശേഷം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പഴശ്ശിരാജയും തമ്മിലുള്ള യുദ്ധത്തിനൊക്കെ ശേഷം ഈ ക്ഷേത്രം എന്താ പറയേണ്ടത് പഴയ പ്രൗഢിയൊക്കെ നശിച്ച് ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ ഒരവസ്ഥയിൽ കുറേ കാലം കിടന്നു. അപ്പോൾ ഈ പറയുന്ന നിത്യപൂജയ്ക്ക് പോലും വകയില്ലാതൊരു ക്ഷേത്ര അവസ്ഥയിൽ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഈ പറയുന്ന നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ആ കാലത്ത് ഉണ്ടാവുകയും ആ കമ്മിറ്റി നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പിന്നീട് ഈ ക്ഷേത്രം മുന്നോട്ട് പോയത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ജ്യോതിഷ പണ്ഡിതൻ ഈ ക്ഷേത്രത്തിലെത്തുകയും അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നത് ഒരു ദീപക് എന്ന് പറഞ്ഞിട്ടൊരു എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വഴിയാണ് ദീപക് സാർ പത്മനാഭ ശർമ്മ ജി ഇവിടെ എത്തുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ ഇവിടെ സ്വർണ്ണപ്രശ്നം വെക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ ഈ ക്ഷേത്രത്തിനൊരു പ്രൗഢിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിന് നിരന്തരമായിട്ട് ഈ ക്ഷേത്രത്തിലെ അറിയാലോ 3 പ്രാവശ്യം വിഗ്രഹം മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ യഥാവിധിയുള്ള പൂജ പ്രതിഷ്ഠാ കർമ്മങ്ങളൊന്നും അതിനുശേഷമുള്ള കലശം അങ്ങനെയുള്ള സംഗതികളൊന്നും ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ യഥാവിധി നടക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് ക്ഷേത്രം എത്തുന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഈ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള കുറേ പരിഹാര ക്രിയകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. ആ സമയത്താണ് 2016 നമ്മുടെ മുൻ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായിരുന്നുള്ള ഡോക്ടർ അലക്സാണ്ടർ ജാക്കോ IPS അദ്ദേഹം സഫാരി ചാനലിലൂടെ അദ്ദേഹം ഇത് പറയാനുണ്ടായ സാഹചര്യം ഈ പോലീസ് അന്വേഷണത്തിലൂടെ അല്ലാതെ തെളിയിക്കപ്പെട്ട ചില കേസുകളെ പറ്റി പരാമർശിക്കുന്ന കൂട്ടത്തിലാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ ഇവിടുത്തെ വിഗ്രഹം 3 പ്രാവശ്യം മോഷണം പോയെന്നും എന്നാൽ ആ മോഷ്ടാക്കളെ പോലീസ് അന്വേഷിച്ച് അവർക്ക് കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ മോഷ്ടാക്കൾ തന്നെ തിരിച്ച് പോലീസിൽ അല്ലെങ്കിൽ പോലീസുകാരോട് ഈ വിവരം പറയുന്നൊരവസ്ഥ. അതായത് ഈ വിഗ്രഹം ഇന്ന സ്ഥലത്തുണ്ട്, അത് നിങ്ങൾ കളക്ട് ചെയ്യണം, അത് ഇന്ന മോഷ്ടാക്കൾക്ക് വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അത് അതിനുശേഷമാണ് അവർ പോലീസിനോട് പറയുന്നത്. അപ്പോൾ പോലീസ് ഈ വിഗ്രഹം 3 പ്രാവശ്യം കണ്ടെടുത്തു. അപ്പോൾ കണ്ടെടുത്ത് പിന്നെ മറ്റൊരു മോഷണ കേസിൽ ഈ പ്രതികളെ പിടിച്ചപ്പോഴാണ് ആ പ്രതികൾ ഇവിടുത്തെ ഈ വിഗ്രഹത്തിൻ്റെ ഒരു മഹാത്മ്യം പറയുന്നത്. അതായത് ഈ വിഗ്രഹം എടുത്താൽ അവർക്ക് ഈ ദിശേനെ പറ്റിയിട്ടുള്ള ബോധം നഷ്ടപ്പെടുന്നു, അവരുടെ അറിയാതെ മലമൂത്ര വിസർജനം ഉൾപ്പെടെ വരുന്നു എന്നൊക്കെയുള്ളൊരു കാര്യം അദ്ദേഹം സഫാരി ചാനലിലൂടെ പറഞ്ഞു. അപ്പോഴാണ് കുറേ അതായത് നമ്മുടെ കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഈ ക്ഷേത്രത്തെ പറ്റി അറിയുക. അങ്ങനെയാണിത് കൂടുതൽ വൈഡായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഈ ക്ഷേത്രത്തിനുണ്ട്. ഇനിയിപ്പം നിരവധിയായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ, ക്ഷേത്ര വികസനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു. ഒപ്പം തന്നെ നമ്മുടെ സർക്കാർ ക്ഷേത്രത്തിലെ ഏകദേശം ഇപ്പോൾ ഒരു 3.5 കോടിയുടെ ഒരു പഴശ്ശിരാജയുടെ മ്യൂസിയം പണി കഴിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒരു 3.5 കോടി രൂപ വീണ്ടും ചെലവഴിച്ചുകൊണ്ട് ഒരു ഓഫീസ് കെട്ടിടം, പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ്, ഡോർമെറ്ററി, ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ദേവസ്വം ബോർഡും സർക്കാരും അതിലെ ഉപരി ഭക്തജനങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങൾ അവരുടേതായ സംഭാവനകളിലൂടെ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഇപ്പം കൊട്ടിയൂർ ഉത്സവ സമയത്തൊക്കെ അതുപോലെ തന്നെ തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നു. അല്ലാതെ എല്ലാ സമയങ്ങളിലും ഇപ്പം നവരാത്രിയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനമായിട്ടൊരു സമയം. നവരാത്രി ഉത്സവം 9 ദിവസം വലിയ രീതിയിൽ കൊണ്ടാടുന്നു. 9 ദിവസം രാവിലെ മുതൽ രാത്രി വൈകും വരെ കലാപരിപാടികൾ അരങ്ങേറുന്ന ഒരു ക്ഷേത്രമാണ്. നിത്യം കലാപരിപാടി അരങ്ങേറുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പം ഗുരുവായൂർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുപോലെ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരുപാട് കലാകാരന്മാർ വന്ന് പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. കാരണം നമുക്കറിയാം മലയാളത്തിൻ്റെ ഗാനഗന്ധർവ യേശുദാസ്, റസൂൽ പൂക്കുട്ടി, അങ്ങനെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ, ഒരുപാട് ഗായകന്മാർ, പ്രശസ്തരായ ചലച്ചിത്രകാരന്മാർ, പ്രശസ്തരായുള്ള പല ആൾക്കാരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി പോകുന്ന സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്രയേറെ ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ പ്രാധാന്യമുണ്ട്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. ദുർഗാദേവിയെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദിപരാശക്തി സങ്കല്പത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാവത്തിൽ വേണ്ടിക്കും ദേവിയെ ആരാധിക്കാം. ഇപ്പം പഴശ്ശിരാജാവ് ദേവിയുടെ തന്നെ ഒരു ഭാവമാണ് ശ്രീപോർക്കലി എന്ന്. ദേവിക്ക് അവർ ഈ അവരുടെ കോവിലകത്തിൻ്റെ അതിൽ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ദേവിയെ ഈ ബലിയൊക്കെ കൊടുത്ത് ആരാധിച്ചിരുന്നു എന്നുള്ള ഒരിതുണ്ട്. അത് പഴശ്ശിക്ക് മുന്നേ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആരാധിച്ചിരുന്ന ഒരു സമയത്ത് ദേവി പോരിൽ കലിതുള്ളുന്ന കാളിയായി, പോർക്കാളിയായി, അങ്ങനെയാണ് ഈ ശ്രീപോർക്കലി എന്നുള്ള സങ്കല്പം ഉണ്ടാകുന്നത്. അങ്ങനെ ശ്രീപോർക്കലിയുടെ ഒരു
ദേവിയുടെ ഭാവം തന്നെയായിട്ട് ശ്രീപോർക്കലിയുടെ സ്ഥാനം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം നടന്ന് പുതിയ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേവി തന്നെ ദുർഗാദേവിയെ ആദിപരാശക്തിയായി ആരാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്മിയായും സരസ്വതിയായും ഏത് ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്ന ആ ഭാവത്തിൽ ദേവി പ്രസാദിക്കുന്നില്ലാണ് ഇവിടുത്തെ വിശ്വാസം. പിന്നെ ഇവിടെ ദക്ഷിണാമൂർത്തിയുണ്ട്, മിഴാബിൽ ഭഗവതി സ്ഥാനം, ഗണപതി, പിന്നെ നാഗസ്ഥാനം, അയ്യപ്പനുണ്ട്, പിന്നെ നമ്മുടെ കിരാതമൂർത്തി ദേവനുണ്ട്, പിന്നെ പാർത്ഥസാരഥി, അങ്ങനെയുള്ള ഉപദേവന്മാരൊക്കെ ഇവിടെയുണ്ട്. പ്രസാദ സദ്യ ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉച്ചക്കും രാത്രിയുണ്ട്. എല്ലാവർക്കും അന്നദാനം രാവിലെ കാപ്പി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഓഡിറ്റോറിയത്തിൻ്റെ താഴെയായിട്ടാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ 8 കെട്ടുള്ള പടിഞ്ഞാറേ കോവിലത്തിൻ്റെ കിണറും കുളവും കുളപ്പുരയും ഇവിടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ കുളമാണ് ഇന്ന് പുതുക്കിപ്പണിത് ഈ സ്ഥിതിയിലാക്കിയിരിക്കുന്നത്. പുതിയതായി പണി കഴിപ്പിക്കുന്ന മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്.